പ്രിയമുള്ള ചാവറയൻസ് കുടുംബാംഗങ്ങളെ, മാർച്ച് 7 വ്യാഴാഴ്ച വിശുദ്ധ സുവിശേഷം ലൂക്കാ 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം വായിക്കാം. ഇതിൻ്റെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് നമ്മെ തന്നെ യേശുവിലേക്ക് ഒന്ന് കണ്ണ് തിരിക്കാനായിട്ട് ഇടയാകട്ടെ. അത് ആരംഭിക്കുന്നത് പിന്നീട് ഒരിക്കൽ യേശു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് ഒരിക്കൽ എന്ന് പറയാൻ കാരണം അതിനു മുമ്പാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന സുവിശേഷ ഭാഗമാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു അവസരത്തിൽ സംഭവിച്ച കാര്യമായിട്ട് സുവിശേഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു കുഷ്ഠരോഗിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളായിട്ട് രംഗത്ത് വരുന്നത്. കുഷ്ഠരോഗി വരുന്നു, കർത്താവിൻ്റെ കാൽക്കൽ കവിഴ്ന്ന് കിടന്നുകൊണ്ട് പ്രണാമം ചെയ്യുകയാണ്. പ്രണാമം ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. സാഷ്ടാംഗം വീണ് കിടക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ അത് പ്രാർത്ഥനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ അത് കൂടി വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലൂടെയുള്ള പ്രാർത്ഥനകളിൽ, ആരാധനകളെല്ലാം ആണ് കാണുക. നമ്മുടെ ശിരസ്, നമ്മുടെ കൈകൾ, നമ്മുടെ ശരീരം ഒന്നാകെ ഈ ഭൂമിയിലേക്ക് അടിയറ വെച്ചുകൊണ്ട് യേശുവിന് വിധേയപ്പെടുന്ന, കീഴ്വഴങ്ങുന്ന ഒരു അരൂപിയുടെ ആത്മീയതയാണ് അവിടെ കാണുക നമ്മൾ സാഷ്ടാംഗം വീണ് കിടക്കുമ്പോൾ. ഈ കുഷ്ഠരോഗിയും അങ്ങനെ, നമുക്കറിയാം കുഷ്ഠരോഗം പിടിച്ചാൽ ശരീരം മുഴുവനും ചീഞ്ഞഴുകി കിടക്കുന്ന പ്രതീതിയാണ്. കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ എന്ന് ശബ്ദത്തിലൂടെ പറയാൻ മാത്രമേ അവന് സാധിക്കുകയുള്ളൂ. അവൻ സാഷ്ടാംഗം വീണ് കിടന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. യേശു അവൻ്റെ മേൽ കൈനീട്ടി, ആ കുഷ്ഠരോഗിയുടെ മേൽ കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. അപ്പോൾ ആരെയാണ് യേശു കൈനീട്ടി സുഖപ്പെടുത്താനായിട്ട്, രക്ഷപ്പെടുത്താനായിട്ട്, സ്നേഹിക്കാനായിട്ട്, നയിക്കാനായിട്ട്, ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ഇഷ്ടപ്പെടുന്നത്? കുഷ്ഠരോഗികൾ, പാപികൾ, ആർക്കും വേണ്ടാത്തവർ, തളർന്നു പോയവർ, എല്ലാ രീതിയിലും ഈ സാധാരണ രീതിയിലുള്ള ആളുകളെ പോലെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത എല്ലാ മനുഷ്യരോടും യേശുവിന് വലിയ അനുകമ്പയും കരുണയും സ്നേഹവും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ സുവിശേഷ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ള അവനായി തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഷ്ഠാവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു ഒരു കാര്യം, നീ ഇത് പ്രഘോഷിച്ചുകൊണ്ട് നടക്കാനല്ല, നിൻ്റെ രോഗശാന്തി നിനക്ക് ലഭിച്ചു, രോഗം നിനക്ക് മാറിക്കിട്ടി എന്ന് പറയാനല്ല ഇവിടെ ആവശ്യം. മറിച്ച് എന്താണ് നിനക്ക് ആവശ്യം? നീ ആരോടും ഒന്നും പറയണ്ട. നീ ഈ കാര്യം നിന്നെ പുരോഹിതനോട് മാത്രം ഒന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ മതി. അതായത് ശുദ്ധീകര കർമ്മങ്ങൾ നടക്കണം. അതോടൊപ്പം തന്നെ പാപത്തെക്കുറിച്ച് പശ്ചാത്താപം വേണം. അതിലൂടെ ദൈവ സന്നിധിയിൽ അവൻ സ്വീകൃതനാകണമെങ്കിൽ അവൻ്റെ ഏറ്റുപറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മെ പാപമോചനത്തിലേക്കും അഥവാ കുമ്പസാരത്തിലേക്കും കൂടുതൽ ദൈവ ഐക്യത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു രോഗശാന്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ആവശ്യമുള്ളപ്പോൾ കുമ്പസാരിക്കാൻ, അതിൻ്റെ ഫലമായിട്ട് യേശുവിന് അകന്നു പോയിട്ടുള്ളവർ തിരിച്ച് യേശുവിൽ ഒട്ടിച്ചേർന്ന് യേശുവിലൂടെ വളരാൻ സാധിക്കുന്ന ഒന്നാണെന്ന് ബോധ്യപ്പെടാൻ ഒക്കെ നമുക്ക് ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അങ്ങനെ യേശു അവന് സൗഖ്യം കൊടുത്ത് അവൻ മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി എന്നാണ് സുവിശേഷകൻ പറയുന്നത്. ആരോടും പറയരുതെന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കുകൾ ധാരാളം ആളുകൾ യേശുവിൻ്റെ പിന്നാലെ ഓടിക്കൂടാൻ കാരണമാകുക മാത്രമേ ചെയ്തുള്ളൂ. യേശുവോ മലമുകളിലേക്ക് പോയി വീണ്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി. വളരെ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ ചെന്നു എന്നാണ് പറയുക. അങ്ങനെ അവൻ വിജനപ്രദേശത്ത് പോയി എല്ലാവരും പിൻവാങ്ങി പ്രാർത്ഥനയിൽ ലയിച്ചു. പ്രാർത്ഥനയിൽ ലയിക്കുമ്പോഴാണ് ഒരു ആത്മാവിന് സംതൃപ്തി ഉണ്ടാവുക. പ്രാർത്ഥനയിൽ ലയിക്കുമ്പോഴാണ് ഒരു ആത്മാവിന് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ഐക്യം വർദ്ധിച്ചു വരിക. അങ്ങനെ പ്രാർത്ഥന ദൈവം തന്നെ നമുക്ക് എവിടെയെല്ലാം എപ്പോഴെല്ലാം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തെ കണ്ടെത്താനുള്ളൊരു മാർഗമായി നമുക്ക് സ്വീകരിക്കാം.